നമ്മുടെ നായകൻ ഒരു ദിവസം ഒരു പെണ്ണ് കാണാൻ പോകട്ടോ. നമ്മുടെ നായകൻ ഒരു സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും പോവുക. പെണ്ണിനിത് കാണുമ്പോൾ തന്നെ അവനെ ഇഷ്ടപ്പെടില്ല. അവളൊരു മാതിരി അഹങ്കാരത്തോടു കൂടി അവനങ്ങനെ നോക്കും. ഈ പോങ്ങനാണ് എന്നെ കെട്ടാൻ വരുന്നത് എന്നൊക്കെ ആലോചിക്കും അവൾ. എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ അവൻ ചോദിക്കും, നമുക്കൊരു ചായ ഓർഡർ ചെയ്താലോ? അങ്ങനെയെങ്കിൽ എനിക്കൊരു മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്യാറ് അവൾ. അപ്പോൾ അവനക്കൊരു കട്ടൻ ചായയും അവൾക്കൊരു മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്യും. അവനാണെങ്കിൽ അവിടുത്തെ വെയിറ്ററിൻ്റെ പേര് വിളിച്ചിട്ടാണ് ഓർഡർ ചെയ്യുക. അപ്പോൾ അവൾ ചോദിക്കും, ആ വെയിറ്ററിനെ എനിക്കറിയോ? അവൻ പറയും, അവൻ എൻ്റെ സുഹൃത്താണെന്ന് പറയും. അപ്പോൾ അവൾ പറയും, അവനെൻ്റെ സുഹൃത്താണല്ലേ. അതെ, ഈ ലോക്കൽ സുഹൃത്തുള്ളവരൊക്കെ അവരുടെ സ്വഭാവം ലോക്കലായിരിക്കും. അപ്പോൾ തൻ്റെ സ്വഭാവം ഏകദേശം ലോക്കൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അവൻ പറയും, അങ്ങനെയൊന്നും ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ശരിയാണോ? അപ്പോൾ അവൾ പറയും, എൻ്റെ ജഡ്ജ്മെൻറ്റ് അങ്ങനെ തെറ്റാറില്ല. തന്നെ കണ്ടാൽ തന്നെ അറിയും താനൊരു ഏതോ ലോക്കൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് വളർന്ന് ഏതൊരു ചെറിയ സിറ്റിയിൽ നിന്നൊരു ഗ്രാജുവേഷൻ നേടിയിട്ട് വന്ന ആളല്ലേ. എൻ്റെ ഫോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ മനസ്സിലായി എനിക്കൊക്കെ ഒരു ക്ലാസ്സിൽ ഡ്രസ്സ് ഇട്ടിട്ടെങ്കിലും വന്നോളൂ ഒരു പെണ്ണ് കാണാൻ വരുമ്പോൾ. താനെന്ത് ചെങ്ങായിയാടോ എന്ന് ചോദിക്കും അവർ. അപ്പോൾ അവൻ പറയും, ഇജ്ജ് കുറേ നേരമായിട്ട് എന്നെ തെറ്റായ രീതിയിലാണ് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം കുറച്ച് നേരം തമ്മിൽ സംസാരിക്കാം, എന്നിട്ട് ജഡ്ജ് ചെയ്താൽ പോരെ, അതല്ല അതിൻ്റെ ഒരു ശരി എന്നവൻ പറയും. അപ്പോൾ അവൾ പറയും, ഇനി അധികം സംസാരിക്കാനൊന്നുമില്ല, എനിക്കിനി സമയം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ അച്ഛനും ഒരു അന്തമില്ല, ഇതുപോലെ ലോക്കൽ ടീംസിനൊക്കെയാണ് എന്നെ പെണ്ണ് കാണാൻ പറഞ്ഞയച്ചിരിക്കുന്നത് എന്നറിയാം അവൾ. അപ്പോൾ അവൻ പറയും, ഇജ്ജൊരു കാര്യം ചെയ്യേ, ഞാനെന്തായാലും എൻ്റെ അമ്മക്ക് ഫോൺ ചെയ്തിട്ട് എനിക്ക് തരാം, ഇജ്ജ് എൻ്റെ അമ്മേനും അച്ഛനോടും സംസാരിച്ച് നോക്ക്, അവരെന്താ പറയണമെന്ന് അറിയാമല്ലോ. എന്നിട്ട് നമ്മുടെ നായകൻ ആ പെണ്ണിൻ്റെ അമ്മയ്ക്ക് ഒരു ഫോൺ വിളിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അവൻ്റെ ഫോൺ ലോക്കലായിരിക്കും. അപ്പോൾ അവൾ ചോദിക്കും, നിനക്കെന്താ ഐഫോൺ മേടിക്കാൻ പോലും പൈസ ഇല്ലല്ലോടാ. എന്നിട്ട് അവൾ ഫോൺ എടുത്ത് അമ്മേനോട് സംസാരിക്കും. അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് അപ്പോഴാണ് അവളൊരു സത്യം അറിയുക. ആ കഫേ ഇല്ല, അവരിരിക്കുന്ന കഫേ, അതിൻ്റെ മുതലാളിയാണ് ആ ചെക്കൻ. 250 കോടി രൂപ വില മതിപ്പുള്ളൊരു കഫേയാണത്. അതിൻ്റെ മുതലാളിയാണ് അവൾ ഇത്രയും നേരം ആക്ഷേപിച്ചത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ആകെ വിഷമം, അവൾക്ക് ആകെ ഖേദം തോന്നും. അവൾ മനസ്സിൽ വിചാരിക്കും, അവൾ ചെയ്തത് മണ്ടത്തരായിപ്പോയി, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് നല്ലൊരു ചെക്കനെയും കിട്ടി, കോടീശ്വര ജീവിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ട് അത് നഷ്ടമാവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൾ ആകെ വിഷമിച്ചിട്ട് അവൻ്റെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് അവൾ മേലെ നൈസായിട്ട് സോപ്പിടാനൊക്കെ നോക്കും അവനോട്. വില നൈസായിട്ട്, ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ്, 250 കോടി വില മതിപ്പുള്ള ഈ കഫേയുടെ ഓണറാണെന്ന് എന്നോട് ആദ്യം പറഞ്ഞുകൂടായിരുന്നില്ല, എന്ന് ഞാൻ അങ്ങനെ കളിയാക്കുമായിരുന്നു, അങ്ങനെയൊക്കെ പറയാം അവൾ. ക്ഷമിക്കണം, എനിക്ക് നീ ആളടിപൊളി തന്നെയാണ്, ചെറുതായിട്ടൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെന്ന് പറയാം അവൾ. അപ്പോൾ അവൻ പറയും, സോറി ലേഡി, മിൽക്ക് ഷേക്ക് കുടിച്ചിട്ട് പോയിക്കോ, പൈസ ഒന്നും കൊടുക്കണ്ട, എൻ്റെ ഷോപ്പാണിത്, ചെന്നെ ഇഷ്ടമായിപ്പെട്ടില്ല, ഇജ്ജ് വേറെ ആൾക്കാരെ നോക്കിക്കോ പറഞ്ഞിട്ട് വേണ്ടിയിട്ട് മാസ് സ്റ്റൈലിൽ അവൻ നടന്നു പോകും.